കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. മട്ടന്നൂർ പ്രസ് ഫോറം മുൻ പ്രസിഡന്റും ദേശാഭിമാനി ലേഖകനുമായിരുന്ന രാകേഷ് കായലൂരിനെ അനുസ്മരിച്ചു. മട്ടന്നൂർ പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഒന്നാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷം ജൂൺ 22 രാത്രി മട്ടന്നൂർ ഇരിട്ടി റോഡിൽ മെട്രോ ഹൈപ്പർ മാർക്കറ്റിന് മുന്നിൽ വച്ചുണ്ടായ അപകടത്തിലാണ് രാകേഷ് കായലൂർ മരണപ്പെട്ടത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മട്ടന്നൂർ ഭാഗത്തു നിന്നും ഇരിട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി ഇടിച്ചാണ് ഗുരുതരമായി പരിക്കേറ്റ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ 24 രാത്രി മരണമടഞ്ഞത്. മട്ടന്നൂർ റാറാവീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുൻ വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇവിടെ ആലോചിച്ചപ്പോൾ രതീഷൊക്കെ പറഞ്ഞു, ഇവിടെ പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള അന്ന് പ്രധാനമായും ഈ പബ്ലിസിറ്റിയാണ്. അപ്പോൾ മാധ്യമങ്ങളിൽ വാർത്ത വരുത്തലാണ് പ്രധാന വിഷയം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ പുതിയ മണ്ഡലത്തിൻ്റെ ആകെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ഈ രാകേഷാണ്. അതുകൊണ്ട് രാകേഷിനെ ഇവിടുത്തെ സെക്രട്ടറിയായി വെക്കുന്നതാണ് നല്ലത് എന്ന് നിർദ്ദേശിച്ചു. അതനുസരിച്ച് രാകേഷിനെ ഇവിടെ MLAയുടെ ഓഫീസ് സെക്രട്ടറിയായി മട്ടന്നൂർ പ്രവർത്തിച്ചു. ആ 5 കൊല്ലം കഴിഞ്ഞ് രണ്ടാമത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാൻ മന്ത്രിയായപ്പോൾ അന്ന് എൻ്റെ ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രാകേഷിനെ ഞാൻ മന്ത്രിയുടെ സ്റ്റാഫായി അംഗീകരിച്ച് രാകേഷ് പിന്നീട് മന്ത്രിയുടെ PA ആയിട്ട് അഡീഷണൽ സ്റ്റാഫായിട്ട് തന്നെ. പ്രസ് ഫോറം പ്രസിഡന്റ് ജിജേഷ് ചാവശ്ശേരി അധ്യക്ഷത വഹിച്ചു. മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ N ഷാജിദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. VR ഭാസ്കരൻ, M രതീഷ്, PP ജലീൽ, NC സുമോദ്, KP രമേശൻ, P വിജിത് കുമാർ, V രാംദാസ്, KP അനിൽകുമാർ, മട്ടന്നൂർ സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.